ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സൂപ്പർ സിഹരി. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രീ ഫയർ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ആളൊരു പ്രോ പ്ലെയറാണ്. 73 ലെവലൊക്കെ ഉണ്ട്. ടോപ്പപ്പ് ചെയ്യും, സെറ്റ് കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരമൊക്കെ ഇമോട്ടിട്ട് കളിച്ചിട്ട് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോൺ വുൾഫ് ഹെഡ് ഷോട്ട് കളിക്കാനാണ്. ബീസൽസ് അല്ലാണ്ട് ടീമായിട്ട് വെറുതെ ഇങ്ങനെ കളിച്ച് ഒന്ന് നോക്കാന്നൊക്കെയാണ് പ്ലാൻ. അപ്പം അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനൊന്ന് ബൂയാ പാസ്സൊക്കെ കയറി ക്ലൈം ചെയ്ത് ആ സാധനങ്ങളൊക്കെ എടുത്ത് ക്ലൈം ചെയ്തു. എന്നിട്ട് നേരെ ലക്കി റോയിൽ കയറി. ലക്കി റോയിൽ എന്തെങ്കിലും ഫ്രീ സ്പിന്നുണ്ടോ നോക്കാൻ. ഫ്രീ സ്പിന്നിൽ എനിക്ക് പെണ്ണിനെ കിട്ടി. പക്ഷെ എനിക്ക് ഈ സ്കാർ കാണുന്നുണ്ട്. ഈ സ്കാർ പെട സ്കിന്നാണ്. സ്കിന്ന് മാത്രം എനിക്ക് കിട്ടിയില്ല സ്കാറിൻ്റെ. അപ്പോൾ അത് കുഴപ്പമില്ല. ഈ പെണ്ണിൻ്റെ എനിക്ക് ആദ്യം തന്നെ കിട്ടി, കാര്യമില്ല. നമ്മളിങ്ങനെ ചെയ്തു വെച്ചാണ്ടല്ലോ നമുക്കൊരു നല്ല വണ്ടിയിൽ വരുമ്പോൾ അത്രയ്ക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 സ്പിന്നിൽ തന്നെ കിട്ടും, ഒരു കുറച്ചൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ എപ്പോഴും സ്പിൻ ചെയ്ത് വെക്കണത്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും സ്പിൻ ചെയ്യണത്. അത്രയാളാ. നമ്മളപ്പോൾ നമ്മുടെ ടീംമേറ്റിനെ വിളിക്കുകയാണ്. ആളൊന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങിപ്പോയി, എങ്ങനെയാണെന്നറിയില്ല. എന്നിട്ട് നമ്മളൊരു മാച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ മാച്ചിലേക്ക് പോകണ്ട, മാച്ചിലേക്ക് ഇങ്ങനെ കിളി 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 എന്ന് പറഞ്ഞു പോവാം. നമ്മളിപ്പോൾ അതേ മാച്ചിലെത്തിയിട്ടുണ്ട്. അപ്പുറത്തെ ടീമുകാർ ഡെസേർട്ട് ഈഗിളും M80 ആണ് എടുത്തേക്കണം കേട്ടോ. M80 ഡെസേർട്ട് ഈഗിളും. എനിക്കാ കഴിഞ്ഞാൽ അതുകൊണ്ട് കളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കളിക്കാൻ പറ്റില്ല. കളിക്കാൻ അറിയണ്ടേ കുറച്ചൊക്കെ. നമ്മളപ്പോൾ അവരവിടെ നിന്ന് സ്മോക്ക് കിട്ടും. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ കൂടെ കയറിയിട്ട് സൈഡ് എടുത്തത് ഓർമ്മയുള്ളൂ. പിന്നെ നെറ്റ് ഇഷ്യൂ ആയിട്ട് കളിക്കാൻ പറ്റണില്ലേ. പിന്നെ കളിക്കാൻ അനങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എററായി 99+ ഒക്കെ ആയി. അപ്പോഴേക്കും എന്നെ 1 ടാപ്പ് അടിച്ചിട്ടു. അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് 1 ടാപ്പ് കിട്ടിയ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ടീംമേറ്റിന് എന്താ പറ്റിയാണാവോ. ടീംമേറ്റിനല്ല, എനിക്കാണ് 99+. അപ്പം എനിക്കൊന്നും മര്യാദയ്ക്ക് വിഷ്വൽ കാണാൻ പറ്റിയില്ല. ടീംമേറ്റ് ഒരാളെയൊക്കെ കൊന്നു തോന്നുന്നു. ഒരാളെ ടീംമേറ്റ് കൊന്നു. അപ്പോഴേക്കും ആളും ചത്തു. എനിക്ക് അതുവരെ നെറ്റ് ഫുള്ള് പോയിരിക്കുന്നു ഗൈസ്. എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല, അങ്ങനത്തെ ഒരവസ്ഥയായി. പിന്നെ ഒരു കളി ഫുള്ള് നെറ്റ് കിട്ടാണ്ടൊക്കെ ആയി. അപ്പം എന്താ ചെയ്യണ്ടേന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അവർ ജയിച്ചിരിക്കുകയാണ്, നമ്മൾ തോറ്റു. എന്താ ചെയ്യുക, ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ചിലപ്പോൾ തോൽക്കുമായിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കളിക്ക് പോവാൻ പറ്റണ്ടേ. എനിക്ക് ഫുള്ള് നെറ്റ്, ഞാൻ ഇറങ്ങിയതും എനിക്ക് അടി കിട്ടി. ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തന്നെ നെറ്റ് പോയി. പിന്നെ ഈ ചേട്ടനുള്ളതുകൊണ്ട് കുറച്ച് സമാധാനം. പീത്തോട്ടം ഗ്ലൂവാളൊക്കെ ഇട്ട് കയറി അവനെ സൈഡ് കൂടെ അടിക്കാനൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഒരു നെയ്ഡ് എറിഞ്ഞിട്ടുണ്ട്. ഒരാളെ ചേട്ടൻ അടിച്ചിട്ടു കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾ അടിക്കുമെന്നൊന്നും അറിയില്ല. രണ്ടാമത്തെ ആൾ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കളിയും പോയിട്ടുണ്ട്. അപ്പോൾ 2 മുട്ട. ഇനി മുതൽ എൻ്റെ നെറ്റ് ഇഷ്യൂവിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അത് ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തു. ഞാൻ എടുത്തേക്കണത് പാരാഫലും വുഡ്പെക്കറുമാണ്. വുഡ്പെക്കർ എന്നുള്ള ഗണ്ണ് എടുത്തിട്ടുണ്ട്. അതെ, ഇപ്പം എടുത്തിട്ടുണ്ട്. വുഡ്പെക്കറുമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കളിക്കാൻ പോണത്. എൻ്റെ പാരാഫൽ 1 ടാപ്പ് നിങ്ങൾ കണ്ടോ. അപ്പോൾ കയറി. അപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ലെഫ്റ്റിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലൂ ആൾട്ട് കയറി. അപ്പോൾ അവൻ വരുന്നപ്പോൾ അവനെ ഞാൻ ഒരു 1 ടാപ്പ് കൊടുത്തിട്ടുണ്ട്, 153. പിന്നെ ഒരു 1 ടാപ്പ് 270 സംതിങ്. അതങ്ങനെ ഞാൻ എടുത്തു. ഈ കില്ല് നമ്മുടെ ടീംമേറ്റ് എടുക്കും ആയിരിക്കും. എനിക്കൊരു കില്ല് എടുക്കാൻ പറ്റി. അപ്പോൾ ടീംമേറ്റ് ഒരു കില്ല് പോകും, ഉറപ്പാണ്. അപ്പോൾ കളി നോക്കാം നമുക്ക്. നമ്മൾ നൈസായിട്ട് അടിക്കുക തന്നെ. ചിലപ്പോൾ ഒരു കില്ല് കിട്ടിയാലോ. കിട്ടിയില്ല, അപ്പോഴേക്കും കൊന്നു. അപ്പോൾ ഇപ്പോൾ 1-2 കളി. അപ്പോൾ ഗായ്സ് 4ാമത്തെ റൗണ്ടും തുടങ്ങിയിരിക്കുക കേട്ടോ.
4ാമത്തെ റൗണ്ടിൽ ആ ഗൺസ് വെച്ച് ഞാൻ നമ്മൾ കളിക്കണേ. അപ്പോൾ എനിക്ക് വുഡ്പെക്കർ അധികം ഇഷ്ടമല്ല ഹെഡ് ഷോട്ടിൽ. ലോങ് റേഞ്ചൊക്കെ വെച്ചാൽ പിന്നെയും നോക്കാം. നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് നോക്കണ്ട കാര്യമില്ല. അതാ ഇഷ്യൂ എന്താണെന്നറിയില്ല. ഒരു ഗ്ലൂ ആൾട്ടുണ്ട്, അതിപ്പോൾ വന്നു സ്പോളായി. ഇപ്പോൾ കറക്റ്റായി നെറ്റ്. ഇപ്പോൾ വീണ്ടും പോയി. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എനിമി അച്ഛാ തൊട്ട് ഫ്രണ്ടിൽ ഇടുന്ന് കളിക്കുന്നുണ്ട്. എനിക്കച്ഛാ അടിക്കാൻ പറ്റണ്ടേ. നെറ്റ് ഫുള്ളായിട്ട് പോയിരിക്കുക. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു നെറ്റാണ്. ഇതേ ഇപ്പോൾ 152 അവൻ്റെ ഹെഡിലേക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ട്. അവൻ ഹൈറ്റ് അഡ്വാൻറ്റേജ് വെച്ച് എന്നെ അടിക്കാൻ നോക്കിയതാണ്. അപ്പോഴേക്കും അവൻ തന്നെ ഗ്ലൂ ആൾട്ടോ. അത് കാര്യമില്ല. എനിക്കൊരടി കിട്ടി, ആരെന്നറിയില്ല. എനിക്കൊരു 152 കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൊള്ളണില്ല ആൾക്ക്. അപ്പോൾ അങ്ങനെ അവനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളല്ല, നമ്മുടെ ഓപ്പോസിറ്റ് ടീംമേറ്റാണ്. അത് നിങ്ങൾ കാര്യമാക്കരുത്. എനിക്ക് കത്തിരിക്ക് കളിക്കാൻ അറിയില്ല. എൻ്റെ ടീംമേറ്റ് മാത്രം കളിക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ അവരാണ് അപ്പോൾ ഗണ്ണ് എടുക്കണേ. അപ്പോൾ അത് കാര്യമില്ല. ഒരു MP40 എടുത്തേക്കണം. കുത്തിപ്പിടി ഗൺസ്. കുത്തിപ്പിടിയിൽ ഞാൻ പ്രോയാണ്. അപ്പോൾ അതൊന്നും കാര്യമില്ല. പ്രോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കുത്തിപ്പിടി അത്രയ്ക്ക് കളിക്കാനൊന്നും അറിയില്ല. കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നൂബ് കളിച്ച് എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഞാൻ കളിച്ചത്. കുത്തിപ്പിടിയൊന്നും ഇവരുടെ അടുത്ത് നടക്കില്ല. ഒരു ജാതി പ്രോ പ്ലേയേഴ്സാ. ഒരാൾക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു, അതിൽ പിന്നെ ഫുള്ള് എനിക്ക് അടി കിട്ടണേ. കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇടയിൽ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. നോക്കിക്കോട്ടെ, അവന് ഒരു ഡാമേജ് പോലും കിട്ടിയില്ല. 72 കൂടി കിട്ടിയത്. അപ്പോഴേക്കും എനിക്ക് ഇത് കുറവായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ ടീമേറ്റിനെ കുത്തിപ്പിടി അധികം അറിയില്ല. ആൾ 1 ടാപ്പ് ഓണിലാണ് കളിക്കുക കൂടുതൽ. കുത്തിപ്പിടി കൊണ്ട് അപ്പോൾ കളിച്ച് നോക്കാം. ഈ കളിയെങ്കിലും ഒരാളെ എടുക്കണമെന്നുണ്ട് മനസ്സിൽ, പക്ഷേ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോയി നോക്കാം. ഞാൻ അവിടെ തന്നെ ഒരു ഗ്ലൂ ആൾട്ടിട്ട് ലെഫ്റ്റ് കൂടെ കയറാൻ നോക്കുമ്പോൾ ലെഫ്റ്റിൽ ആൾ കയറി വരുന്നു. ഞാൻ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ട് ഇവിടെ ഒരു ആൾക്കാരുണ്ടോ നോക്കി. അപ്പോൾ ആൾക്കാരില്ല, പേടിക്കണ്ട. അപ്പം ഞാൻ നേരെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. അവനെ റൈറ്റിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ അടിച്ച് കുറച്ച്. അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് വന്ന് ഒറ്റ അടി. നമ്മുടെ കില്ല ആൾ കുമ്മി, ഈ കില്ലും ആൾ കുമ്മി, ഫുൾ കില്ല ആൾ കുമ്മലാണ്. പക്ഷെ കാര്യമില്ല, ആളുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജയിക്കണത്. അപ്പോൾ നമ്മളൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഈ കളി ആളാണ് എടുക്കണേ. ആൾ വിഞ്ചസ്റ്റർ, പിന്നെ വിഞ്ചസ്റ്റർ മാത്രമാണ് ആൾ എടുത്തേക്കണേ. അപ്പം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഡബിൾ വിഞ്ചസ്റ്റർ കേട്ടോ. വിഞ്ചസ്റ്റർ പിന്നെയും കുറച്ച് കളിക്കറിയാം, കുറച്ച് കേട്ടോ, അധികമൊന്നുമില്ല. കുറച്ച് കളിക്കറിയാം, വേറെ ഒന്നുമില്ല. കുറച്ചറിയുള്ളൂ, പേടിക്കണ്ട. കുറച്ച് ഇവന്മാർ സെറ്റ് വേണ്ടപ്പാ. ഞാൻ അവനെ സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കിയപ്പോഴേക്കും ബാക്കിൽ ഒരു ആളടിച്ചു. എന്താ ചെയ്യണ്ടേന്ന് അറിയണ്ടേ. ഇനിയിപ്പോൾ ഈ ചേട്ടനെ എല്ലാവരും കൂടി വട്ടട്ടടിക്കും. കണ്ട, 2 പേരും ഒരുമിച്ചാകുമ്പോൾ ആൾ പാനിക്കായി. അപ്പോൾ ആൾ തന്നെ വട്ടട്ടടിച്ചു. അങ്ങനെ അത് പോയി. അപ്പോൾ 3-4 സ്കോറ്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ ഒരു അവസ്ഥയാണിത്. ഒരു കളി അവരെടുക്കും, അപ്പോൾ നമ്മൾ തോൽക്കും. എൻ്റെ ഒരു 1 ടാപ്പ് വിഞ്ചസ്റ്ററുണ്ട്. അവ ഇരുന്നു, അപ്പോൾ തന്നെ ഞാൻ ഒന്ന് ലോഡ് ചെയ്തടിച്ചു 1 ടാപ്പ്. എനിക്ക് ആ സിറ്റുവേഷൻ എടുക്കാനും പറ്റും തോന്നണില്ല. മനസ്സിലായ? എനിക്ക് നെറ്റില്ല. ഈ കളി പൊട്ടും നമ്മൾ തോന്നുന്നു. പൊട്ടായിരിക്കും മിക്കവാറും, കാരണം എനിക്ക് 99+ അവനടിക്കാൻ അടിയൊന്നും കയറില്ല. അതുകൊണ്ട് ആ കളി നമ്മൾ നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യുക, ഫുള്ളായിട്ട് പൊട്ടി. അങ്ങനെ പൊട്ടിപ്പാളീസായി നമ്മളത്. അപ്പോൾ ടാറ്റ, ഇനിയും ഞാൻ വരും.